സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആകെ 4,71,000 വീടല്ലേ വെച്ചു കൊടുത്തത്. അത്രയുമാണ് വെച്ചു കൊടുത്തത്. UDF 5,002 വീടുകളാണ് 5 വർഷം കൊണ്ട് വെച്ചു കൊടുത്തത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള വജ്രായുധമായി സർക്കാർ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ നാണമില്ലാത്തവന്റെ അവസരത്തിൽ പാല് മുളച്ചു കഴിഞ്ഞാല് അത് തണലാക്കി കൊണ്ടു നടക്കും ചിലർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അങ്ങനത്തെ ആൾക്കാർ ആദ്യമായിട്ടാണ് കാണുന്നത്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടിട്ട് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തെ സർക്കാരിന്റെ വികസന നേട്ടമായിട്ടാണ് ഈ സർക്കാർ വിലാസം മാപ്ര പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. UDF സർക്കാരിന്റെ കാലത്ത് വ്യത്യസ്ത വകുപ്പുകളുടെ കീഴിലായി നടപ്പിലാക്കി വന്നിരുന്ന ഭവന പദ്ധതികളെയാണ് ഈ സർക്കാർ ലൈഫ് മിഷൻ എന്ന ഒറ്റ പദ്ധതിയാക്കി മാറ്റിയിരിക്കുന്നത്. അതായത് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2016 പിണറായി വിജയൻ മഴ ഉണ്ടാക്കിയതല്ല കേരളം. അപ്പോൾ ഉണ്ടായതല്ല കേരളത്തില് ഭവന പദ്ധതികൾ. ഇനി നമുക്ക് 2011 മുതൽ 2016 വരെയുള്ള കാലയളവിൽ UDF സർക്കാർ നിർമ്മിച്ചു നൽകിയിട്ടുള്ള വീടുകളുടെ കണക്കുകളൊന്ന് പരിശോധിക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ് 14,694, ഡയറക്ടറേറ്റ് ഓഫ് സൈനിക് വെൽഫെയർ 21, കേരള ലേബർ ഡിപ്പാർട്ട്മെന്റ് 391, ഡയറക്ടറേറ്റ് ഓഫ് മൈനോറിറ്റി വെൽഫെയർ 2,497, ഹൗസിംഗ് ഡിപ്പാർട്ട്മെന്റ് 3,157, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് 13,278, കമ്മീഷണറേറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് 2,25,121, ഡയറക്ടറേറ്റ് ഓഫ് അർബൻ അഫയേഴ്സ് 17,549, SC ഡിപ്പാർട്ട്മെന്റ് 25,214, ST ഡിപ്പാർട്ട്മെന്റ് 26,695, ഡയറക്ടറേറ്റ് ഓഫ് പഞ്ചായത്ത് 1,24,487. ആകെ നിർമ്മിച്ച വീടുകളുടെ എണ്ണം 4,29,214. UDF 5,002 വീടുകളാണ് 5 വർഷം കൊണ്ട് വെച്ചു കൊടുത്തത്. ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അരുൺകുമാർ ക്യാപ്സ്യൂളുമായിട്ട് വരുന്ന സഖാക്കൾക്ക് മറുപടി കൊടുക്കാൻ ഉപകരിക്കും.